നമസ്കാരം. കേരളം ആശങ്കയോടുകൂടി കാത്തിരുന്നിരുന്ന ഇ.പി. ജയരാജന്റെ ഇതാണെന്റെ ജീവിതം എന്ന ആത്മകഥ ഇന്നലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി കണ്ണൂർ ടൗൺ സ്ക്വയറിൽ പ്രകാശനം ചെയ്യുകയുണ്ടായി. പ്രതീക്ഷിച്ചതുപോലെ ഇ.പി. ജയരാജന്റെ ആത്മകഥ പല തരത്തിലുള്ള വിവാദങ്ങൾക്ക് വഴിവെക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. CPM മൂടിവച്ചിരുന്ന പല വിവാദ വിഷയങ്ങളും ഇ.പി. ജയരാജൻ തന്റെ ആത്മകഥയിലൂടെ തോണ്ടി പുറത്തിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുക. പാർട്ടിക്കെതിരെ അതിനിശിതമായ വിമർശനങ്ങൾ ഇ.പി. ജയരാജൻ ആത്മകഥയിൽ ഉന്നയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടും സമ്മതത്തോടും കൂടി തന്നെയാണ് കണ്ണൂരിലെ പി ജയരാജൻ, എം.വി. ജയരാജൻ എന്നിവർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഇ.പി. ജയരാജൻ തന്റെ പുസ്തകത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന സമയത്ത് 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇ.പി. ജയരാജൻ ഇത്തരത്തിലുള്ള ഒരു ആത്മകഥ പ്രകാശനം ചെയ്യുമ്പോൾ അതിൽ ചില വെട്ടിയൊതുക്കലുകൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ആരെയൊക്കെയോ എന്തൊക്കെയോ വലിച്ചു പുറത്തിടാൻ കണക്കാക്കി തന്നെയാണ് ഇ.പി. ജയരാജൻ ഇത്തരം ഒരു നീക്കം നടത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടും സമ്മതത്തോടും കൂടി തന്നെയാണ് നടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക. ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആളുകളെ തന്റെ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ക്ഷണിച്ചപ്പോൾ, അതായത് BJP-യിലുള്ളവരെയും മുസ്ലിം ലീഗിലുള്ളവരെയും കോൺഗ്രസിലുള്ളവരെയും എല്ലാം ഇ.പി. ജയരാജൻ തന്റെ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് കണ്ണൂരിലേക്ക് ക്ഷണിച്ചപ്പോൾ കണ്ണൂരിൽ തന്നെയുണ്ടായിരുന്ന പി ജയരാജനെ ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നില്ല, എം.വി. ജയരാജനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല, എം.വി. ഗോവിന്ദനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പാർട്ടിയിൽ കുറെ കാലമായി ഉരുത്തിരിഞ്ഞു വരുന്ന കണ്ണൂർ ത്രയങ്ങളെ ഏതു വിധേനയും പൊളിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പിണറായി വിജയൻ തന്നെയാണ് ഇ.പി. ജയരാജനെ മുൻനിർത്തി ഇത്തരത്തിൽ ചില നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഇ.പി. ജയരാജൻ തന്റെ പുസ്തകങ്ങളിലൂടെ പറയാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും പിണറായി വിജയൻ തന്നെയാണ് അതിന് ചരട് വലിച്ചിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ തന്നെയുള്ള നിരീക്ഷണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. തന്നെ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയതിൽ തനിക്ക് വേദനയുണ്ടായിട്ടുണ്ട്. താൻ പങ്കെടുക്കാത്ത ഒരു യോഗത്തിലാണ് തനിക്കെതിരെ ഇത്തരം ഒരു തീരുമാനം ഉണ്ടായത് എന്നുള്ളത് ഏറെ വേദനാജനകം തന്നെയായിരുന്നു. ഇത് താൻ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇ.പി. ജയരാജൻ തന്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് താൻ സന്നിഹിതനായ യോഗത്തിലാണ് തന്നെ പുറത്താക്കുന്നു എന്നുള്ള നിർദ്ദേശം അവർ പുറത്തു പറഞ്ഞത്. ഇത് തന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമങ്ങൾ ഉണ്ടാക്കി. മാത്രമല്ല, തന്റെ വൈദേകം എന്ന റിസോർട്ടുമായി ബന്ധപ്പെട്ട് പി ജയരാജൻ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദത്തെക്കുറിച്ചും ഇ.പി. തന്റെ പുസ്തകത്തിൽ സവിസ്തരം പറയുന്നുണ്ട്. ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അറിയാവുന്നവർ, അതായത് വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയാവുന്ന ആളുകൾ പി ജയരാജനെ തന്നെയാണ് ഇ.പി. ജയരാജൻ ലക്ഷ്യം വച്ചിരിക്കുന്നത്. വൈദേകം റിസോർട്ടുമായി തനിക്കുള്ള ബന്ധത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അറിയാവുന്ന ആളുകൾ അത് കൃത്യമായി തന്നെ യഥാസമയം പറയാതിരുന്നതിന്റെ പേരിൽ താൻ വലിയ പഴികൾ കേൾക്കേണ്ടതായി വന്നു എന്ന് തന്നെയാണ് ഇ.പി. ജയരാജൻ പറയുന്നത്. ഇത് പാർട്ടിയിൽ ഉന്നയിച്ചിരുന്നവർ തന്റെ അഴിമതി ആരോപണങ്ങളല്ല, അല്ലെങ്കിൽ തനിക്കെതിരെ അഴിമതി ആരോപണങ്ങളായിട്ടല്ല ഉന്നയിച്ചിരുന്നത് എങ്കിലും ഇത് തന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയുണ്ടാക്കി പാർട്ടിയിൽ തനിക്ക് വലിയ വില കൊടുക്കേണ്ടതായി വന്നു എന്ന് തന്നെയാണ് ഇ.പി. ജയരാജൻ തുറന്നെഴുതിയിരിക്കുന്നത്. ഇക്കാലത്ത് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു വലിയ തിരക്കിൽ തന്നെയാണ് ഓരോ നേതാക്കളും, പല ഉന്നത ഉദ്യോഗസ്ഥാനത്തിരുന്ന ആളുകളുമെല്ലാം. അതായത് റിട്ടയർമെന്റിന് ശേഷം അവർ അനുഭവിച്ച ജീവിത വ്യഥകളും സർവീസിൽ അവർക്ക് ചെയ്യാൻ കഴിയാതിരുന്നതും കഴിഞ്ഞതുമായ പല ന്യായാന്യായങ്ങളുമെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലരും പുസ്തകങ്ങൾ എഴുതുന്നു. ഈ പുസ്തകങ്ങൾ ഒരുപക്ഷെ തങ്ങൾക്ക് സർവീസിലിരുന്നപ്പോൾ അല്ലെങ്കിൽ തങ്ങളുടെ യഥാസമയം തുറന്നു പറയാൻ കഴിയാതിരുന്ന കാര്യങ്ങളാണ് പുസ്തകങ്ങളിലൂടെ പറയുന്നത് എന്നൊരു വ്യാഖ്യാനം കൂടി പൊതുസമൂഹം പിന്നീട് ഇതിന് നൽകിയുണ്ടായി. അതെന്ത് തന്നെയായാലും ഇ.പി. ജയരാജൻ പാർട്ടിക്കുള്ളിൽ തനിക്ക് പറയാൻ കഴിയാതിരുന്ന, അല്ലെങ്കിൽ CPM പലപ്പോഴായി പല സന്ദർഭങ്ങളിൽ മൂടിവെച്ച പല കാര്യങ്ങളും, ഗുരുതരമായ പല വിഷയങ്ങളും ഇ.പി. ജയരാജൻ ഇപ്പോൾ തോണ്ടി പുറത്തിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാരണവശാലും തനിക്ക് പാർട്ടിയുമായി ചേർന്ന് അല്ലെങ്കിൽ പാർട്ടിയുടെ ചില നയങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇ.പി. ജയരാജന്റെ ഈ വെളിപ്പെടുത്തലിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കണ്ണൂരിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ അച്ചുതണ്ടിനെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇ.പി. ജയരാജൻ ഈ പുസ്തകത്തിലൂടെ ചില തുറന്നു പറച്ചിലുകൾ നടത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത്തരം തുറന്നു പറച്ചിലുകൾക്ക് വഴിമരുന്നിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാവും എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലാതെ ഇ.പി. ജയരാജൻ തന്റെ പുസ്തകത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതാൻ സാധ്യതയില്ല. മാത്രമല്ല, ഈ പുസ്തകം പല തിരക്കുകൾക്കിടയിലും പ്രകാശനം ചെയ്യുവാൻ വേണ്ടി മുഖ്യമന്ത്രി നേരിട്ട് എത്തി എന്ന് പറയുമ്പോൾ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ രണ്ടാമൻ എന്നറിയപ്പെട്ടിരുന്ന ഇ.പി. ജയരാജൻ, അതായത് പിണറായി വിജയൻ വിദേശത്ത് പോയപ്പോൾ പോലും മന്ത്രിസഭയുടെയും സകല ഉത്തരവാദിത്തങ്ങൾ ഇ.പി. ജയരാജനെയാണ് ഏൽപ്പിച്ചുകൊണ്ട് പോയത്. പിന്നീട് ഒരിക്കലും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്ത് പോയപ്പോൾ, അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ
വിദേശത്ത് ചികിത്സയ്ക്കും മറ്റും ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇ.പി. ജയരാജനെ ആദ്യ മന്ത്രിസഭയുടെ കാലത്ത് മന്ത്രിസഭയുടെ പൂർണ്ണ ചുമതല ഏൽപ്പിച്ചതുപോലെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ അങ്ങനെ ആരെയും മുഖ്യമന്ത്രി തന്റെ ചുമതല വിശ്വസിച്ച് ഏൽപ്പിച്ചിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. തന്റെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി രണ്ടാം മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നിട്ട് പോലും ആദ്യ മന്ത്രിസഭയിൽ ഇ.പി. ജയരാജനെ മന്ത്രിസഭയുടെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വിദേശത്ത് പോയതുപോലെ മുഹമ്മദ് റിയാസിനെ രണ്ടാം മന്ത്രിസഭയുടെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ഒരിക്കലും മുഖ്യമന്ത്രി വിദേശ യാത്ര നടത്തിയിട്ടില്ല എന്നുള്ളതും എടുത്തു പറയുമ്പോൾ ഇ.പി. ജയരാജൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇടക്കാലത്ത് ഇ.പി. ജയരാജൻ പാർട്ടിയുമായി ചില അസ്വാരസ്യങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴും സംസ്ഥാന സെക്രട്ടറിയായി എം.വി. ഗോവിന്ദനെ പിണറായി വിജയൻ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നപ്പോഴും ഇ.പി. ജയരാജനുണ്ടായിരുന്ന അമർഷം ഇ.പി. പുറത്ത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്തു. അതൊരിക്കലും മൂടി വച്ചിരുന്നില്ല. അതെന്തു തന്നെയായാലും ഇ.പി. ജയരാജനും പിണറായി വിജയനും തമ്മിൽ ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട്. വ്യക്തിപരമായി ഇ.പി. ജയരാജൻ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വളരെ വേണ്ടപ്പെട്ട ആൾ തന്നെയാണ്. 3.0 ആവർത്തിച്ച് ഒരു തുടർ ഭരണത്തിന് ശ്രമിക്കുന്ന വേളയിൽ ഇ.പി. ജയരാജനെ തന്റെ ഒപ്പം നിർത്തിക്കൊണ്ട്, അതായത് പിണറായി ക്യാമ്പിലേക്ക് ഇ.പി. ജയരാജനെ കൂടി കൊണ്ടുവന്ന് CPM ശക്തമാക്കി തുടർ ഭരണം നേടാൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഉദ്ദേശം. അതിന്റെ പുറകിൽ അതിന്റെ പ്രയത്നത്തിന്റെ ഫലമായി തന്നെ, ചരടുവലിയുടെ ഫലമായി തന്നെയാണ് ഇപ്പോൾ ഇ.പി. ജയരാജനെ മുൻനിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില കളികൾ കളിക്കുന്നത് എന്നുകൂടി രാഷ്ട്രീയ നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നു, രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് തന്നെയാണ് കണ്ണൂരിൽ പി ജയരാജനും എം.പി. ജയരാജനും ഒക്കെ എതിരെയുള്ള ഇ.പി.യുടെ ആത്മകഥയിൽ നിന്നുള്ള ചില തുറന്നു പറച്ചിലുകൾ ഇപ്പോൾ വിവാദമായി മാറുന്നത്. അഥവാ ഇ.പി. ജയരാജന്റെ പുസ്തകത്തിൽ ഇനിയും ഇതുപോലുള്ള നിരവധി വിവാദങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോ സമ്മതോ കൂടാതെ ഇ.പി. ജയരാജൻ ഇത്തരം ഒരു രചനയ്ക്ക് മുതിരില്ല എന്ന് തന്നെയാണ് പറഞ്ഞു കേൾക്കപ്പെടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതുമായൊരു വിവാദം വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇ.പി. ജയരാജന്റെ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന ആത്മകഥയെക്കുറിച്ച് ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയിലായിരുന്നു അത്തരം പരാമർശങ്ങൾ വന്നിരുന്നത്. അന്ന് ഇ.പി. ജയരാജന്റെ ആത്മകഥയിലെ ചില ഭാഗങ്ങൾ എന്ന് പറഞ്ഞ് ചില താളുകളിലെ വിശദീകരണങ്ങൾ കൂടി ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിടുകയുണ്ടായി. കട്ടൻ ചായയും പരിപ്പോടയും എന്ന പേരിലായിരുന്നു അന്ന് ഇ.പി. ജയരാജന്റെ ആത്മകഥയ്ക്ക് പേര് നൽകിയതായി പറഞ്ഞു കേട്ടത്. ഇതിനെ ഇ.പി. ജയരാജൻ അതിനിശിതമായി എതിർക്കുകയും DC ബുക്സുമായി ഇ.പി. ജയരാജന് ഈ വിഷയത്തിൽ ഇപ്പോഴും കേസ് നിലനിൽക്കുന്നതുമാണ്. അതെന്ത് തന്നെയായാലും കട്ടൻ ചായയും പരിപ്പോടയും എന്നതല്ല ഇ.പി. ജയരാജന്റെ ആത്മകഥയുടെ പേര്. ഇതാണ് എന്റെ ജീവിതം എന്ന പേരിൽ ഇന്നലെ മുഖ്യമന്ത്രിയാണ് ഇ.പി. ജയരാജന്റെ ആത്മകഥ പുറത്തിറക്കുന്നത്. ഈ ആത്മകഥയാണ് ഇപ്പോൾ വിവാദങ്ങളിലേക്ക് വഴിതെളിച്ചിരിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ 3.0 എന്ന തന്റെ ലക്ഷ്യം, തുടർ ഭരണം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി തന്റെ അതിവിശ്വസ്തനായ ഇ.പി. ജയരാജനെ ഇറക്കി ഇ.പി. ജയരാജന്റെ പുസ്തകത്തിലൂടെ ചില വിവാദങ്ങൾ ഇളക്കി വിട്ടുകൊണ്ട് മുഖ്യമന്ത്രി തന്റെ തുടർ ഭരണം നേടുന്നതിന് വേണ്ടി ചില കള്ളക്കളികൾ അല്ലെങ്കിൽ ചില ചരടുവലികൾ നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ ചാണക്യന്മാരും ഈ വിഷയത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇ.പി. ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് ഇതാണ് എന്റെ ജീവിതം എന്ന ഈ പുസ്തകം ആരുടെയൊക്കെ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും, താളപ്പിഴകൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.